സുഹൃത്തുക്കളെ, ആദ്യമായി നമുക്കൊരു ചിത്രം തന്നെ കണ്ടിട്ട് വരാം. ആ ചിത്രം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. കോന്നി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ശ്രദ്ധിച്ചായിരുന്നു? അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. MLAയുടെ കളർ ഫോട്ടോ അടക്കം അടങ്ങിയൊരു ചിത്രം, ഒരു കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇപ്പോൾ നിർമ്മിച്ചു വരുന്നത്. പണ്ടൊക്കെ ആയിരുന്നപ്പോൾ, അതായത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച വെയിറ്റ് ഷെഡ് എന്നായിരുന്നു. ഇതിപ്പോൾ MLAയുടെ പേര് മാത്രമേ കാണാനുള്ളൂ. ഏറ്റവും താഴെയായിട്ട് ഏത് വർഷത്തെ ഫണ്ടാണെന്ന് മാത്രം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്നാൽ അടങ്കൽ തുക ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. മുമ്പൊക്കെ ആണെങ്കിൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ വർക്ക് നടക്കുമ്പോൾ അത് നിർമ്മിക്കാൻ ചിലവായ തുക എത്രയാണെന്ന് രേഖപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായി അത്തരത്തിലുള്ള കലാപരിപാടികളില്ല. കാരണം അത് കണ്ടാൽ, അടങ്കൽ തുക കണ്ടാൽ ജനങ്ങൾക്ക് അറ്റാക്ക് വരുന്ന സ്ഥിതിയാണുള്ളത്. ഇത് എത്ര രൂപയാണ് ചിലവാക്കിയതെന്നോ എത്ര രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചെന്നോ ഒന്നും ഇപ്പോൾ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. വെയിറ്റ് ഷെഡുകൾ നിർമ്മിക്കുന്നതിനോട് എതിരഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ അടങ്കൽ തുക രേഖപ്പെടുത്താം. മാത്രമല്ല, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നത്. അതല്ലാതെ MLAയുടെ സ്വകാര്യ ഫണ്ടുകളിൽ നിന്നുമല്ല. അപ്പോൾ അതിനകത്ത് ഇത്തരത്തിൽ MLAയുടെ ഫോട്ടോയൊക്കെ പതിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എന്തായാലും അതിനും പൈസയായി കാണുമല്ലോ. അങ്ങനെ ഒരു ചിത്രം അവിടെ വെക്കുന്നതിനും ജനങ്ങളുടെ നികുതി പണം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള വികസനങ്ങൾ, അതല്ലേ നാടിന് നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ MLAക്ക് പബ്ലിസിറ്റി കിട്ടും, അത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ബസ് ഇറങ്ങുന്നവരും റോഡിൽ കൂടെ പോകുന്നവരെല്ലാം കാണും. ഇതാണ് ഇവിടുത്തെ MLA എന്ന് മനസ്സിലാകും. പക്ഷേ ജനങ്ങളുടെ നികുതി പണമാണ് ഇതിനും ചിലവാക്കുന്നതെന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.